പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. നമുക്കറിയാം, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ അത് മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംസ്ഥാന സർക്കാർ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കി എങ്കിൽ പോലും ഇപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് പെൻഷൻ തുക വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. നമുക്കറിയാം, ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം ബുദ്ധിമുട്ടുകളിലേക്ക് വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാർ ഒന്ന് തീർത്ത് ഇപ്പോൾ ഓരോ മാസത്തെ തുക വീതം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 3 മാസത്തെ തുക കുടിശ്ശിക ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഒരു ആശ്വാസകരമാവുന്ന രീതിയിൽ ഉത്സവ സീസണുകളിലൊക്കെ മുൻപേ തന്നെ തുക നൽകുന്ന രീതിയിലേക്കുമൊക്കെ സാഹചര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുതന്നെയായാലും പിന്നെ ഇപ്പോൾ കൂടുതലായിട്ടുള്ള പെൻഷൻ തുക ആളുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കർശനമായിട്ടുള്ള പുതിയ നടപടികൾ വരുന്നതാണ്. പുതിയ രേഖകൾ ഹാജരാക്കേണ്ടതിൻ്റെ ആവശ്യകതയും വരികയാണ്. ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം. വീഡിയോ ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യണം. നമുക്ക് നോക്കാം. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ കറക്റ്റായിട്ട് വിതരണം ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഘട്ടം ഘട്ടമായി എത്തിയിരിക്കുകയാണ്. കുടിശ്ശികയൊക്കെ തുക ഉണ്ട് എങ്കിൽ പോലും ഈ കുടിശ്ശിക തുക ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ വിതരണം ചെയ്ത് അവസാനിപ്പിക്കുമെന്ന് സംസ്ഥാനത്ത് അറിയിച്ചിരുന്നതുമാണ്. അതായത് ഏപ്രിൽ മാസം മുതലുള്ള ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ തുക വിതരണം ചെയ്ത് അവസാനിപ്പിക്കും. പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല കാര്യം. ഇതിലും വലിയ ശക്തമായിട്ടുള്ള നടപടികൾ വരികയാണ്. ഇനി പുതിയതായിട്ട് രേഖകൾ ഹാജരാക്കേണ്ട ഒരു സമയം കൂടി വരാൻ പോവുകയാണ്. നമുക്കറിയാം, വരുമാന പരിധി 1 ലക്ഷം രൂപ വരെയൊക്കെ ആയിരുന്നു നേരത്തെ. അതിൻ്റെയും ഘട്ടം ഘട്ടമായിട്ട് കുറച്ചുകൊണ്ട് വരുവാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതിൻ്റെ സമയം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉടനെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനങ്ങളുണ്ടാവും. കൂടാതെ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിയുള്ള പരിശോധന അതിപ്പോൾ മുറയ്ക്ക് തന്നെ നടക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ 1-ൽ കൂടുതൽ വീടുകളൊക്കെയുള്ള ആളുകൾ ഈ ഒരു പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നുള്ളൊരു പരാതി സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വീടുകളിൽ മറ്റേതെങ്കിലും ഉയർന്ന നിരത്തിലുള്ള സാമ്പത്തിക ഭദ്രതയുള്ള ആളുകൾ ഈ ഒരു പെൻഷൻ വാങ്ങുന്നു എന്നുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിശോധനയും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ വിധവകളായിട്ടുള്ള ആളുകൾ പുനർവിവാഹം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവിവാഹിതരായിട്ടുള്ള ആളുകൾ വിവാഹം കഴിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങളും ഇനിയിപ്പോൾ ഹാജരാക്കേണ്ടതിൻ്റെ ഒരു സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ തന്നെ മസ്റ്ററിങ്, സാധാരണ പെൻഷൻ മസ്റ്ററിങ്, വാർഷിക മസ്റ്ററിങ് ഡിസംബർ മാസത്തിലേക്കാണ്. അതുകൂടാതെ തന്നെ എല്ലാ മാസവും 1 മുതൽ 20 വരെയുള്ള തീയതികൾ ഇതിനുള്ള സമയവും സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നതാണ്. ഇതുകൂടാതെയാണ് ഇനി വാർഷിക മസ്റ്ററിങ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു നടപടിക്രമങ്ങളൊക്കെ ഇനി പൂർത്തിയാക്കേണ്ട സമയത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാത്ത ആളുകൾ എല്ലാവരും തന്നെ ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കുക. എന്തെങ്കിലും രീതിയിൽ പെൻഷൻ തടസ്സപ്പെടുവാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ തിരുത്തുക. അതിനുവേണ്ട നടപടിക്രമങ്ങൾ ചെയ്യുക. ആധാർ അപ്ഡേറ്റ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആധാർ അപ്ഡേഷൻ ചെയ്തില്ലെങ്കിൽ പെൻഷൻ തുക ഉറപ്പായിട്ടും മുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകും. കാരണം ആധാറിലെ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും ഇനി മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുക. ഈ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക.